അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇസ്ലാമിക് ചലഞ്ചിൻ്റെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഞാൻ 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തായിരുന്നു. കുറേ ആളുകൾ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതുണ്ടായിരുന്നു. ഒരു ട്രയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തോടു കൂടി ആ ട്രയൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നാളെ മുതലാണ് ഇസ്ലാമിക് ചലഞ്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക് ചലഞ്ചിലൂടെ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈവൻ ഇന്ന് പോലും എനിക്ക് അൽഹംദുലില്ലാ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നടന്നിട്ടുണ്ട്. അതിനെ സഹായിച്ചൊരു ഇസ്മുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നാളെ പറഞ്ഞുതരാം. പക്ഷേ ഇന്ന് നമുക്ക് ഇസ്ലാമിക് ചലഞ്ചിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇസ്ലാമിക് ചലഞ്ചിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ജിമ്മിൽ പോയപ്പോൾ ഒരു കോട്ട് കണ്ടതാണ്. വെൻ യു സീ ദ റിസൾട്ട്സ് യു വിൽ ബി അഡിക്റ്റഡ് ടു ഇറ്റ്. അതായത് നമ്മൾ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോട് നമ്മൾ അഡിക്റ്റ് ആവുന്നുള്ളത്. നമ്മൾ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് 1-2 ദിവസം കൊണ്ട് നമുക്കത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. 1-2 ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് നമ്മളൊരു 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫായിട്ട് മാറും. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണത്, ഞാൻ 21 ഡേയ്സ് കഴിഞ്ഞു. ഈവൻ അതിന് ശേഷം എനിക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്തില്ല, ഇസ്ലാമിക് ചലഞ്ചിലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഉറക്കം വരില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളോടും പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ അതൊരു പാർട്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 21 ഡേയ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ആ 21 ഡേയ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ചില ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ സാധിപ്പിച്ച് കിട്ടാം. ഒരു 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 മാസം കൊണ്ടോ, ചില ആളുകൾക്ക് 1 മാസം കൊണ്ട് സാധിപ്പിച്ച് കിട്ടാം. ചിലപ്പോൾ ആളുകൾക്ക് 2-3 മാസം ഫോളോ ചെയ്താലേ കിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ത്യനാളിലോട്ട് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. നമുക്ക് അത് ചലഞ്ചിലോട്ട് പോവാം. അത് ടോട്ടൽ ഞാൻ ഇപ്രാവശ്യം പോയിൻ്റ് വൈസ് ആണ്. ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഇലാബറേറ്റ് ചെയ്ത് അത് കുറച്ച് എല്ലാവർക്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ ഇത് സമയം ക്രമീകരിച്ച് ഞാൻ അത് ചലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. അത് പോയിൻ്റ് വൈസ് ആണ്. ഞാൻ ഇസ്ലാമിക് ചലഞ്ച് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചാനലുണ്ട്. ആ ലിങ്ക് ഞാൻ ഇതിൽ പിൻ ചെയ്യാം. ആ ലിങ്ക് വഴി നിങ്ങൾ കയറുക. ഈവൻ ഞാനിത് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ 1-2 മിനിറ്റ് കണ്ട് സ്കിപ്പ് ചെയ്ത് എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് നിങ്ങൾ ഫുള്ള് കാണുക. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക മനസ്സിലാവാത്ത കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. ചലഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തരാം, നമ്മൾ ഈ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് ആർക്കെങ്കിലും വേണ്ടി ചെയ്യരുത്. നമുക്ക് വേണ്ടിയിട്ട്, അന്ത്യനാളിലോട്ട് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളൊരു നിയത്തോടു കൂടി ചെയ്യണം. പിന്നെ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. സോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനായിട്ട് ചെയ്യുന്നതാണ്. അള്ളാഹു കാണുന്നവനാണ്. അള്ളാഹ് നിനക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു നിയത്തോടു കൂടി ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് മോർണിംഗ് ടാസ്ക്, നൂൺ ടാസ്ക്, ഈവനിങ് ടാസ്ക്, നൈറ്റ് ടാസ്ക്, അങ്ങനെ 4 ടാസ്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിലും ചിലതിൽ കുറച്ച് ടാസ്കുള്ളൂ, ചിലതിൽ കൂടുതൽ ടാസ്ക് ഉണ്ട്. അപ്പോൾ പറയാനുള്ളത്, നമ്മൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിനെ നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർക്കും എന്നുള്ളതാണ് ഈ ചലഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ നമുക്ക് ചലഞ്ചിനെ കുറിച്ച് പറയാം. ചില കാര്യങ്ങൾക്ക് 2 പോയിൻ്റ്, ചില കാര്യങ്ങൾക്ക് 3 പോയിൻ്റ്, ചില കാര്യങ്ങൾക്ക് 1 പോയിൻ്റ്, അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. അത് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസിനനുസരിച്ച്, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിക്ക് അനുസരിച്ചാണ് ഞാനിതിട്ടിട്ടുള്ളത്. ടോട്ടൽ 71 പോയിൻറ്റ്സ് ആണുള്ളത്. ആ 71 പോയിൻറ്റ്സ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുക എന്നുള്ളത് അത് വളരെ ഒരു ടാസ്ക്കാണ്. സോ അത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അത് ഡെയിലി അത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ 50 പോയിൻറ്റോ അല്ലെങ്കിൽ 60 പോയിൻ്റൊക്കെ കിട്ടുള്ളൂ. പിന്നെ അത് മെല്ലെ മെല്ലെ അത് കൂട്ടി അത് 71 പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ആവും ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്യണം. സോ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മോർണിംഗ് ടാസ്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് തഹജ്ജുദിന് 2 പോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം തഹജ്ജുദിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. തഹജ്ജുദ് നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിലും നമ്മുടെ വേറെ കണ്ണിയറുകളോ സിഹറുകളോ ഒന്നും തട്ടാതിരിക്കാനും, അതുപോലെ ധാരാളം പ്രത്യേകതകളുണ്ട്. നിങ്ങൾ തഹജ്ജുദ് എന്നൊരു മാജിക് നിസ്കാരമാണ്. നിങ്ങൾ തഹജ്ജുദ് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ തഹജ്ജുദ് തുടങ്ങിയിട്ടേ ഉള്ളൂ നിസ്കരിക്കാനായിട്ട്. അല്ലാതെ ഇതിന് മുമ്പൊന്നും തഹജ്ജുദൊന്നും ഒന്നോ രണ്ടോ അതിൽ മാക്സിമം പോയാൽ വിരലെണ്ണാവുന്ന തവണ മാത്രമേ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുള്ളൂ. അല്ലാതെ തഹജ്ജുദ് പതിവാക്കിയിട്ടുള്ളൊരു മനുഷ്യനല്ല ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻഷാ അള്ളാഹ് പതിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ പതിവാക്കാത്തവർ ഇന്ന് പതിവാക്കാൻ നോക്കുക. രണ്ടാമത്തത് സുബ്ഹി നിസ്കാരം. ഞാൻ നിസ്കാരത്തിന് 3 പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നിസ്കാരം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. 5 വക്ത് നിസ്കാരം നിസ്കരിച്ചാൽ നമുക്ക് 15 പോയിൻ്റ് നിസ്കരിക്കാം, 15 പോയിൻ്റ് കിട്ടും. ആ 15 പോയിൻറ്റും കിട്ടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു പോയിൻ്റ് കിട്ടുന്നത് നമ്മൾ ഒരു നിസ്കാരവും ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ, സുബ്ഹി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിച്ചാൽ ഒരു പോയിൻ്റ് കിട്ടും. അത് ആദ്യത്തെ സമയത്ത് സുബ്ഹി ആൻഡ് മഗ്രിബ് ആദ്യത്തെ ബാങ്ക് കൊടുത്ത് 30 മിനിറ്റിൻ്റെ ഉള്ളിലും, ബാക്കി ളുഹ്ർ, അസർ, ഇശാ ആ 3 നിസ്കാരം നമ്മൾ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കിട്ടും. അതുപോലെ ജമാഅത്തായിട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കിട്ടും. അങ്ങനെ 3 പോയിൻ്റ് നമുക്ക് കിട്ടും. പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ 3 തവണ രാവിലെയും 3 തവണ വൈകിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. മോർണിംഗ് ടാസ്കിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഒരു പോയിൻ്റ്. അതുപോലെ ലൗ അൻസൽന എന്ന ഇത് ആയത്ത് ഞാൻ ഇവിടെ കൊടുക്കാം, സ്ക്രീനിൽ കൊടുക്കാം. അത് ഒരു പ്രാവശ്യം ഓതുക. അതുപോലെ യാസീൻ സൂറത്ത് അതിനൊരു പോയിൻ്റ്, ഫതഹ് സൂറത്തിനൊരു പോയിൻ്റ്, റഹ്മാൻ സൂറത്തിനൊരു പോയിൻ്റ്. ഓരോ സൂറത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അതിന് താല്പര്യമുള്ളവർ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. പിന്നെ ഖുൽ ഹുവല്ലാഹു സൂറത്ത് നമ്മൾ 100 തവണ ഓതുക. അല്ലാഹു മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ അത് 70 തവണ നമ്മൾ റജബിലെ സുബ്ഹിന് ശേഷവും മഗ്രിബിന് ശേഷവും നമ്മൾ ചൊല്ലേണ്ടതാണ്. ഇസ്തിഗ്ഫാറിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് റജബ്. അപ്പോൾ അത് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ റമളാനിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഫ്രഷ് ആയിരിക്കണം. ഒരു പാപവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിട്ട് അങ്ങനെ റെഡി ആവണം. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അള്ളാഹുവെ ഞാൻ പൊറുക്കലിനെ തേടുന്നു, നിന്നോട് റഹ്മത്തിനെ ചോദിക്കുന്നു, അതുപോലെ തൗബയെ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതായത് 70 തവണ ചൊല്ലുക. പിന്നെ 10ാമത്തെ ടാസ്ക് ലഖദ് ജാഅക്കും തുടങ്ങുന്ന ആ തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. അത് 3 പ്രാവശ്യം ഓതുക. ഇതിനും ധാരാളം പ്രത്യേകതകളുണ്ട്. ഈ എല്ലാ പ്രത്യേകതകളും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അഥവാ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. കാരണം ഇത് വീഡിയോയുടെ ലെങ്ത് ഓൾറെഡി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് 4 പേജസ് ഓഫ് ഖുർആൻ. അതിന് 2 പോയിൻ്റ് ഉണ്ട്. കാരണം നമുക്ക് ഒരു ജുസുവ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ 30 ദിവസം കൊണ്ട് 30 ജുസും കംപ്ലീറ്റ് ആക്കി ഒരു ഖത്തം കംപ്ലീറ്റ് ആക്കാൻ കഴിയും. ഓരോ നിസ്കാരത്തിന് ശേഷവും 4 പേജസ് ഓഫ് ഖുർആനാണ്. സ്വലാത്തിന് 200 സ്വലാത്താണ് മോർണിംഗിന് ശേഷം. അങ്ങനെ ടോട്ടൽ ഓരോ വക്തിന് ശേഷം 200 സ്വലാത്ത് വീതം ടോട്ടൽ 1000 സ്വലാത്താണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് 2 പോയിൻ്റ്. പിന്നെ സുബ്ഹാനല്ലാഹി അഹദു സമദ് റജബിലെ 2ാമത്തെ 10ൽ 100 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്റാണത്. അതിനൊരു പോയിൻ്റ്. തഹ്ലീൽ 100 ഒരു പോയിൻ്റ്. ഇസ്തിഗ്ഫാർ തഹ്ലീൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അത് 100 പ്രാവശ്യം. തിബ്ബു സ്വലാത്ത് 10 പ്രാവശ്യം. തിബ്ബു സ്വലാത്ത് ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം അറിയാത്തവർക്കായിട്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുബ്ബുൽ ഖുലൂബി വദവായിഹ വഅഫിയത്തുൽ അബ്ദാനി വശിഫായിഹ വനൂറുൽ അബ്സ്വാരി വദിയായിഹ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അതാണ് ആ സ്വലാത്ത്. അസ്മാഉൽ ഹുസ്ന 1 തവണ. അസ്മാഉൽ ഹുസ്ന ടോട്ടൽ 3 ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ സുബ്ഹിന് ശേഷവും ളുഹ്റിന് ശേഷവും അതുപോലെ മഗ്രിബിന് ശേഷവും 1 തവണ എന്നുള്ള രീതിയിലാണ്. ളുഹാ നിസ്കാരം അതിന് 2 പോയിൻ്റ്. അതുപോലെ യാനൂറ് അള്ളാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. അത് നമ്മുടെ ഹൃദയം പ്രകാശിക്കാനും മുഖം പ്രകാശിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇസ്മാണ്. സ്വതക്ക ചെയ്യുക. ഒരു രൂപയെങ്കിലും നമ്മളൊരു ദിവസം സ്വതക്ക ചെയ്യുക എന്നുള്ളത് വളരെയധികം സുന്നത്താണ്. 1 രൂപ നമ്മൾ റജബിൽ സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ സ്വതക്ക ചെയ്തിട്ട് കൂലിയാണ്. സോ എത്രത്തോളം നമുക്ക് കഴിയാൻ പറ്റുന്നോ അത്രത്തോളം സ്വതക്ക ചെയ്യാൻ നോക്കുക. അതുപോലെ സ്വലാത്ത് അൽ ഫാത്തിഹ അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഒരു പ്രാവശ്യം നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണ്. അത് 3 തവണ ചൊല്ലുക. അങ്ങനെ 3 തവണ ചൊല്ലിയാൽ 18 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലിയുണ്ട്. ഈ സ്വലാത്താണ് നമുക്ക് അന്ത്യനാളിലെ തുലാസിൽ, അതായത് മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന അമൽ. അങ്ങനെ ടോട്ടൽ മോർണിംഗ് 27 പോയിൻറ്റ്സ് ആണ്.
അടുത്തത് നൂൺ ടാസ്ക് ആണ്. നൂൺ ടാസ്ക് പറഞ്ഞാൽ ലുഹർ നിസ്കാരത്തിന് 3 പോയിൻ്റ്. നിസ്കാരത്തിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് 3 പോയിൻ്റ് കിട്ടുന്നതെന്നുള്ളത്. പിന്നെ 4 പേജസ് ഓഫ് ഖുർആൻ ഓതിയ 2 പോയിൻ്റ്, സ്വലാത്ത് 200-ന് 2 പോയിൻ്റ്, അസ്മാഉൽ ഹുസ്ന 1 പോയിൻ്റ്, അങ്ങനെ ടോട്ടൽ നൂൺ ടാസ്കിന് 8 പോയിൻ്റ്. ഈവനിങ് ടാസ്ക് അസ്ർ നിസ്കാരത്തിന് 3 പോയിൻ്റ്, നബാ സൂറത്ത് അതായത് അമ്മ സൂറത്തിന് 1 പോയിൻ്റ്, 4 പേജസ് ഓഫ് ഖുർആന് 2 പോയിൻ്റ്, സ്വലാത്ത് 200 പ്രാവശ്യം ചൊല്ലിയാൽ 2 പോയിൻ്റ്, ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിൻ്റ്, തഹ്ലീൽ 100 പോയിൻ്റ്, അതുപോലെ ലഖദ് ജാഅക്കും ഈവനിങ്ങിന് ചൊല്ലുക, അത് 3 പോയിൻ്റ് ഉണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അത് 100 പോയിൻ്റ്. അത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് ഏറ്റവും ചൊല്ലൽ സുന്നത്തുള്ളത്. ഈ ലഖദ് ജാഅക്കുമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവൻ നമുക്ക് അത് പതിവാക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ കഴിയും. അതുപോലെ സിഹറുകളും കണ്ണേറുകളും തട്ടാതിരിക്കാനും, അതുപോലെ നമുക്ക് മരണസമയം ഈമാനോട് കൂടി മരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതൊരു ആയത്താണ്. അതിൻ്റെ പ്രത്യേകത സിറുൽ ഖുർആനാണ്. എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് അതൊരിക്കലും നമുക്കത് അളക്കാൻ പറ്റില്ല, അത്രത്തോളം പ്രത്യേകതകൾ ആ ഒരു ആയത്തിനുണ്ട് എന്നുള്ളതാണ്. നൈറ്റ് സമയത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് മഗ്‌രിബ് നിസ്കാരം 3 പോയിൻ്റ്, മുൽക്ക് സൂറത്തിന് 1 പോയിൻ്റ്, വാഖിഅ സൂറത്ത് 1 പോയിൻ്റ്, സജദ സൂറത്ത് 1 പോയിൻ്റ്, 4 പേജസ് ഓഫ് ഖുർആൻ അതിന് 2 പോയിൻ്റ്, അല്ലാഹു മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന് നമ്മൾ മഗ്‌രിബിന് ശേഷം ചൊല്ലണം. അതിന് അത് 70 പ്രാവശ്യം ചൊല്ലണം, അതിന് 1 പോയിൻ്റ്. സ്വലാത്ത് നമ്മൾ 200 സ്വലാത്ത് ചൊല്ലിയാൽ 2 പോയിൻ്റ്. പിന്നെ ഉള്ളത് ഇഷാ നിസ്കാരത്തിന് 3 പോയിൻ്റ്, അസ്മാഉൽ ഹുസ്ന 1 പോയിൻ്റ്, ഹദ്ദാദ് ചൊല്ലിയാൽ 1 പോയിൻ്റ്, സ്വലാത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിൻ്റ്, 4 പേജസ് ഓഫ് ഖുർആൻ 2 പോയിൻ്റ്, സ്വലാത്ത് 200 പ്രാവശ്യം ചൊല്ലിയാൽ 2 പോയിൻ്റ്, സ്വലാത്തുൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ 3 പ്രാവശ്യം ചൊല്ലിയാൽ 1 പോയിൻ്റ്, വിത്ർ നിസ്കാരം കൂടി നിസ്കരിച്ചാൽ 2 പോയിൻ്റ്. ഇതാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ വലിയ കുറേ ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംശയമായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, അത്ര സമയമൊന്നും ഒരിക്കലും പോവില്ല. കാരണം ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസിൻ്റെ കാര്യങ്ങളും അതുപോലെ ഡയറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ ചെറിയ രീതിയിൽ പഠനത്തിൻ്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളും എല്ലാം, പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് ടോട്ടൽ 71 പോയിൻറ്റ്സ് ആണ്. നിങ്ങളൊന്ന് ഒരു ദിവസം ചെയ്യാൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസോട് കൂടി ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു മാറ്റം കാണും. പിന്നെ പല ആളുകളും സങ്കടങ്ങളുണ്ട്, കുറേ ആഗ്രഹങ്ങൾ നിറവേറാനുണ്ട്, കടങ്ങളുണ്ട്, അങ്ങനെ കുറേ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ച് കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ എല്ലാ വിഷമങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം പ്രദാനം ചെയ്യുകയും ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടി ഉള്ള ദീർഘായുസ്സ് നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ജീവിക്കുന്ന കാലത്തോളം ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാനും മരിക്കുന്നതിന് മുമ്പ് പരിപൂർണമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോട് കൂടി മരിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ നോമ്പിന് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ ബോണസ് ഉണ്ട്. ബോണസായിട്ട് തിങ്കളാഴ്ച നോമ്പ് പോയിട്ട് 2 പോയിൻ്റ് കിട്ടും. അങ്ങനെ 73 തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ബോണസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോളിടും എത്ര പോയിൻ്റ് കിട്ടി എന്നുള്ളത്. അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി. ഞാൻ ഗ്രൂപ്പിലേ ഇടുന്നുള്ളൂ, യൂട്യൂബിലൊന്നും ഇടുന്നില്ല. സോ ഗ്രൂപ്പിൽ അത് ഓരോരുത്തർക്കും അത് മോട്ടിവേഷനാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വരും. സോ എല്ലാവരും ചെയ്യാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് എൻ്റെ വളർച്ചകൾക്കും അതുപോലെ സന്തോഷങ്ങൾക്കും അതുപോലെ നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിനും വിജയങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളൊരു ചലഞ്ചാണ് ഇസ്ലാമിക് ചലഞ്ച്. അപ്പോൾ അത് നിങ്ങൾക്കും ഇതേപോലെ വിജയങ്ങളും അതുപോലെ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യുക. ഇത് നമുക്ക് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈ ലോകത്തേക്ക് അതും അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ പരലോകത്തെ ടാർഗറ്റ് ചെയ്ത് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തും നമുക്ക് സുഖം കിട്ടും എന്നുള്ളതാണ്. സോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.